ഏറെ വൈകി ഉണ്ടാവുന്ന നീതി 7 വർഷത്തിനു ശേഷം. ചിലതൊക്കെ അങ്ങനെയാണ്, പക്ഷേ വൈകിയാണെങ്കിലും നീതി നടപ്പിലാക്കപ്പെടുന്നു. ശ്രീലങ്കയിൽ 279 ക്രൈസ്തവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ കൂട്ടക്കൊലക്കിരയായവരെ, അതിനൊത്താശ ചെയ്തവരെ ഒന്നൊന്നായി പിടികൂടുകയാണ്, അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയാണ്. ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിനത്തിലെ കൊലപാതകത്തിൽ 300ഓളം ക്രൈസ്തവരുടെ ജീവനെടുത്ത തീവ്രവാദ ആക്രമണത്തിലാണ് മുൻ ഉന്നത ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് ഇന്റലിജൻസ് സർവീസിന്റെ മുൻ മേധാവിയും വിരമിച്ച മേജർ ജനറലുമായ സുരേഷ് സല്ലേയെയാണ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയുടെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഉന്നത ഉദ്യോഗസ്ഥൻ കൂടി ഈ കേസിൽ അറസ്റ്റിലാവുന്നതോടെ 7 വർഷങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ബോംബാക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾ. ആക്രമണത്തിന് പിന്നാലെ മുഴുവൻ സത്യവും പുറത്തു കൊണ്ടുവരണം എന്നും പിന്നിൽ പ്രവർത്തിച്ച ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക സഭാ നേതൃത്വവും വിവിധ ക്രൈസ്തവ നേതൃത്വങ്ങളും വർഷങ്ങളായുള്ള പോരാട്ടത്തിലാണ്. ഇതിനിടെയാണ് അറസ്റ്റ് എന്നത് ശ്രദ്ധേയമാണ്. ഹീനമായ ആക്രമണത്തിന് പിന്നിലെ മുഴുവൻ സത്യവും പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് ശ്രീലങ്കയിലെ ക്രൈസ്തവർക്കുള്ളത്. 2019 ഏപ്രിൽ 21 ഈസ്റ്റർ ദിനത്തിൽ 2 കത്തോലിക്ക ദേവാലയങ്ങൾ, ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ പള്ളി, 3 ഹോട്ടലുകൾ കൂടാതെ ഒരു ഭവന സമുച്ചയം, അതിഥി മന്ദിരം എന്നിവയ്ക്ക് നേരെയായിരുന്നു ഭീകരവാദികൾ ചാവേർ ആക്രമണം നടത്തിയത്. അന്ന് ഈസ്റ്റർ ബലിയർപ്പണത്തിനിടെ നടന്ന സ്ഫോടനത്തിൽ 279 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 500-ലധികം പേർക്ക് പരിക്കേറ്റു. ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവമുള്ള ഇസ്ലാമിക് തീവ്രവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്താണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു എങ്കിലും പലവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ അന്വേഷണം ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ഇരകൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഇത്തരത്തിലുള്ള നടപടികൾ.